ഹലോ, ഞാൻ അബ്ബാസാണ് കൈപ്പുറം. ഞാനൊരു വീഡിയോ ഉള്ള കാരണം എന്താ വെച്ചാൽ പാമ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ അറിവെത്തിക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാ ആളുകൾക്കും ഇതൊരു ഉപകാരമായിക്കോട്ടെ. ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ പാമ്പ് വീടിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ഓടി വായോ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ കോൾ വരിക. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പാമ്പ് എത്തുന്നത്? എങ്ങനെയാണ് എത്താതിരിക്കുള്ള കാരണം എന്താ? ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെയാണ്. എന്താ കാരണം? നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്നിടും, അടുക്കളയിൽ പോയി സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കും. ഈ സമയം ഡോറിൻ്റെ ഉള്ളിലൂടെ പാമ്പ് വരും, അത് നേരെ നമ്മളെ ബെഡ്റൂമിലെത്തും. ഇനി രണ്ടാമത്തെ വിഷയം, അടുക്കള വാതിൽ തുറന്നിട്ട് അവരെന്ത് ചെയ്യും, നേരെ ഫ്രണ്ട് കോലയത്തോ അടുക്കള ഫ്രണ്ട് ഭാഗത്തോ ഹാളിലോ വന്നിരിക്കും. ഈ സമയത്തും അടുക്കള വാതിലിനുള്ളിലൂടെ പാമ്പ് കയറും. പക്ഷേ പാമ്പിന് ഒരിക്കലും ഇത് വീടാൻ വിചാരിച്ച് കയറണതല്ല കേട്ടോ. ഓപ്പണായ സ്ഥലത്ത് പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ അത് വല്ല മാളങ്ങളോ അല്ലെങ്കിൽ തുറന്നെടുക്കുന്ന സ്ഥലം കാണുമ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് വിചാരിച്ച് കയറി കൂടുന്നതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ടല്ലോ. ഈ ബാത്റൂമിൽ നിന്ന് നമ്മൾ കുളിക്കണ വെള്ളം, അതായത് നമ്മൾ കുളിച്ച് പോണ വെള്ളം, വേസ്റ്റ് വെള്ളം പുറത്ത് ചില സ്ഥലങ്ങൾ കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, പറമ്പ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് വല്ല തെങ്ങിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ തെങ്ങിനൊരു നന ആയിക്കോട്ടെ, തെങ്ങിന് വെള്ളം കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഓപ്പണായി കിടക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിലൂടെ പാമ്പ് എത്തി നമ്മളെ ബാത്റൂമിൻ്റെ ഉള്ളിലെത്തും. ബാത്റൂമിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറ്റാച്ച്ഡാണ്, അതായത് ബെഡ്റൂമാണ് നമ്മൾ തൊട്ടടുത്തുള്ളത്. വാതിലിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും, നമ്മളെ ബെഡ്റൂമിലെത്തും. ഇങ്ങനെ ഒരുപാട് വീടുകളിൽ പാമ്പ് കയറിയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് നമ്മൾ കുളിക്കണ വെള്ളം, ബാത്റൂമിൽ നിന്ന് പോണ കുളിക്കണ വെള്ളം പൈപ്പ് പുറത്തേക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. വേസ്റ്റ് വെള്ളം, കുളിക്കണ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടി പൈപ്പ് പുറത്തിട്ടുണ്ടാവും. ആ പൈപ്പിലൂടെ പാമ്പ് മാളാന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് കയറി വരും. അങ്ങനത്തെ പൈപ്പ് ഇട്ട വ്യക്തികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ പൈപ്പിൻ്റെ തലപ്പത്ത് നമ്മളൊരു ചെറിയ തോതിൽ നെറ്റ് വെച്ച് കെട്ടുക, വല്ല വലക്കഷ്ണം എന്തെങ്കിലും വെച്ച് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ കുളിക്കണ വെള്ളം പുറത്തേക്ക് പോവും. പക്ഷേ തിരിച്ചൊരു പാമ്പുകൾക്കോ മറ്റുള്ള ജീവികൾക്കോ ഈ പൈപ്പിനുള്ളിലൂടെ ഉള്ളിലേക്ക് കയറി വരാൻ കഴിയില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ പരമാവധി നമ്മൾ അതെന്ത് ചെയ്യണം, കുളിക്കണ വെള്ളം ടാങ്കിലേക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. ഇനി മൂന്നാമത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ, നമ്മളെ വീടിൻ്റെ എയർ ഹോളുകൾ ഉണ്ടാവും. ഇപ്പോൾ വാർപ്പ് വീടാണെങ്കിൽ എയർ ഹോളുകൾ ഉണ്ടാവും. അതിനോട് ചാരിയിട്ട് മരങ്ങളുണ്ടാവാം, വല്ല മാവുകളോ അല്ലെങ്കിൽ വല്ല മറ്റുള്ള തെങ്ങുകളോ വാഴകളോ പല മരങ്ങളുണ്ടാവാം. ഇതിലൂടെ വല്ല എലികൾ, അണ്ണാറക്കണ്ണൻ, മറ്റുള്ള ജീവികളൊക്കെ സഞ്ചരിക്കും. ഇതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകളും വരും. പക്ഷേ എലികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ എയറോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെത്തും. പാമ്പ് ഇതിനെ ഫോളോ ചെയ്ത് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഈ എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എയറോളിൻ്റെ ഉള്ളിൽ കൂടെ എത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എയറോളുകൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നെറ്റിട്ട്, ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് നെറ്റൊക്കെ വാങ്ങാൻ കിട്ടും. ആ നെറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എയറോളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടക്കുക, ബ്ലോക്ക് ചെയ്യുക. എന്തായാലും നമ്മൾ നെറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇത്തരം ജീവികൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. ഈ കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ചൂട് സമയത്ത് ജനൽപ്പാളികൾ തുറന്നിട്ട് നമ്മൾ ഒരു കാരണവശാലും കടന്നുറങ്ങാതിരിക്കുക. രാത്രി സമയത്തൊക്കെ ഇഴജന്തുക്കൾ ഇഴഞ്ഞു വരും. നമ്മൾ ജനൽപ്പാളികൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലൂടെയൊക്കെ പാമ്പുകൾ എത്താൻ സാധ്യത കൂടുതലാണ്. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കുറ്റിച്ചെടികൾ, പൊന്തകളുടെ അടുത്തൊന്നും വാഹനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പാർക്ക് ചെയ്യാതിരിക്കുക. കാരണം അത്തരം സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്താൽ തണുപ്പ് തേടി പാമ്പുകൾ വരും. ഇതൊക്കെ എന്ത് ചെയ്യും, വാഹനത്തിനുള്ളിൽ കയറിപ്പോടാൻ സാധ്യതയുണ്ട്. നമ്മൾക്കൊരിക്കലും കാണാൻ സാധ്യതയില്ല. പക്ഷേ ഓടിക്കുന്ന സമയത്തൊക്കെ പാമ്പ് തല നീട്ടി പുറത്ത് വന്ന് ഇഷ്ടംപോലെ അപകടങ്ങൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് അടക്കമുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ പുറത്തിറങ്ങി രാവിലെയൊക്കെ നീച്ച് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി കയറുന്ന സമയത്ത് നമ്മൾ ഷൂവോ അല്ലെങ്കിൽ വല്ല ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഷൂ ഒന്ന് കൊട്ടുക. ഉൾഭാഗം കൊട്ടിയതിന് ശേഷം നമ്മളെ കുട്ടികൾക്ക് ധരിക്കാൻ കൊടുക്കുക. നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ പുറത്ത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ട് എന്ത് ചെയ്യുക, ഉള്ളിപ്പുറം പരിശോധിച്ചതിന് ശേഷം നമ്മൾ തലയിൽ വെക്കുക. എല്ലാം നമ്മൾ പെട്ടെന്നെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. ഷൂ പോലത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും പുറത്തു നിന്നിരുന്ന ഷൂകൾ കാലിൽ പെട്ടെന്ന് എടുത്തിടാതിരിക്കുക. അത് നമ്മളൊന്ന് കൊട്ടിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനത്തെ ചില്ലറ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന്
നിങ്ങളുടെ സ്വന്തം അബ്ബാസ് കൈപ്പുറം.